Hi everyone, welcome back to my channel. ഞാൻ ഇന്ന് ഒരു ഈസി അപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയി നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചരി യൂസ് ചെയ്തിട്ടുള്ള മെഷർമെൻ്റ് ആണ് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 12 to 14 അപ്പം വരെ കിട്ടും. ഇത് ഈ അളവനുസരിച്ച് നിങ്ങൾക്ക് ഡബിൾ ആക്കോ ട്രിപ്പിൾ ആക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എക്സാക്ട് മെഷർമെൻറ്റ് ഞാനിവിടെ പറയുന്നുണ്ട്. 1 കപ്പ് പച്ചരി 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. മിനിമം 5 to 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിനാണ് അപ്പം ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇട്ട് വയ്ക്കും. തലേദിവസം രാവിലെ തന്നെ ഇട്ട് വയ്ക്കും. ഒരു വൈകുന്നേരം 5 മണിയോട് കൂടി എടുത്ത് അരച്ച് വെക്കും. പിറ്റേ ദിവസം രാവിലത്തേക്ക് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഞാൻ 1 കപ്പ് പച്ചരിയും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അരക്കണേന്ന് നോക്കാം. 1 കപ്പ് അരിക്ക് 1/2 കപ്പ് ചോറാണ് എടുക്കേണ്ടത്. ഒരിക്കലും കുത്തി നിറച്ചെടുക്കരുത്, മാവ് ശരിയാവില്ല. ലൂസാക്കിയിട്ട് തന്നെ എടുത്താൽ മതി. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ആദ്യം തന്നെ പച്ചരിയും ഉഴുന്നും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം. അരച്ചു കഴിഞ്ഞാൽ തീരെ തരി ഉണ്ടാവാൻ പാടില്ല. കൈ കൊണ്ട് എടുത്ത് നോക്കണം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ കിട്ടിയിട്ടുണ്ടാവണം. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തേങ്ങ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചുകൂടെ കുറവ് മതി ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അരച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുമ്പോൾ കുറച്ചൊരു മധുരം ഉണ്ടാവും. അപ്പത്തിന് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവില്ല ഒരു മധുരം, ആ ഒരു മധുരം ഉണ്ടാവും. അത് താല്പര്യമില്ലാത്തവർക്ക് ഒരു 1/4 ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാൻ ചെറിയ എമൗണ്ടിൽ പഞ്ചസാര ആവശ്യമാണ്. ഇനി തണുപ്പ് കാലമൊക്കെ ആണെങ്കിൽ പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കുള്ള ഒരു കാര്യം ചെയ്യാവുന്നത് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ അരച്ച് വയ്ക്കുക. നമ്മൾ ഉഴുന്നിടുന്നതും പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പൊങ്ങി വരാൻ വേണ്ടി വെക്കുന്നത്. ഒരു പരന്ന പാത്രത്തിൽ ചൂടുള്ള വെള്ളം ഒഴിക്കുക, അതിനകത്ത് ഇറക്കി വയ്ക്കുക. അതല്ലെങ്കിൽ ഓവനുള്ളവർക്ക് ഓവൻ്റെ ലൈറ്റ് ഓണാക്കി അതിനകത്ത് പൊങ്ങി വരാൻ വേണ്ടി വെക്കുക. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുളിച്ച് വരാൻ വേണ്ടി ഒരു 10 to 12 മണിക്കൂറോളം അടച്ചു മൂടി വയ്ക്കാം. മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് വെള്ളമാണ് അരക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ മാവ് പൊളിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് യൂസ് ചെയ്യണത്. നോൺ സ്റ്റിക്കിൻ്റെ അപ്പം പാനും യൂസ് ചെയ്യുക. പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തന്നെയാണ്. എണ്ണ തടവി കൊടുക്കുക. 1 സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കുക. ചുറ്റിച്ച് കൊടുക്കുക. ഇനി ഫ്ലെയിമിൻ്റെ കാര്യം മീഡിയം ഫ്ലെയിമിലിട്ട് ചട്ടി നന്നായി ചൂട് പിടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഇനി മൂടി വെച്ച് അപ്പം വേവിച്ചെടുക്കുക. പാനിൻ്റെ അതേ കൊഴിഞ്ഞ ഷേപ്പിൽ തന്നെ നമുക്ക് അപ്പം കിട്ടും. നല്ല ക്രിസ്പി ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.